എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ സമയബന്ധിതമായി നിങ്ങളോട് കൈമാറി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്കു വേണ്ടിയത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. മതി. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് കബലായി മുഴച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഗെത്സമനയ്ക്കകത്ത് പ്രാണവേദന മുന്നിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ നാളെ വെളിപ്പെടാൻ പോകുന്ന സൂര്യൻ ഉദിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വേദനയുടെ അങ്ങേ തലയ്ക്കലുള്ള വേദനാജനകമായ ഒട്ടനവധി കാര്യങ്ങൾ തൻ്റെ മുൻപിൽ കണ്ടിട്ട് നമ്മുടെ അരിമനാഥൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുകയാണ്. നാം ഇതിനകത്ത് വായിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് താൻ പ്രാർത്ഥിച്ച 1-2 വരികളാണ്. ശ്രദ്ധിക്കണമേ, ദൈവം കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃകയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും പറയാൻ ഊറ്റം കൊള്ളുന്നത്, പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വേറിട്ട ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇന്നെത്രത്തോളം പ്രായോഗിക തലത്തിൽ ഉണ്ടെന്നെനിക്കറിയില്ല. പക്ഷെ നമ്മുടെ പിതാക്കന്മാരെല്ലാം അവരുടെ ജീവിതത്തിനകത്ത് കാണിച്ചു തന്ന വലിയൊരു മാതൃകയാണ് പ്രാർത്ഥന എന്ന മാതൃക. ആമേൻ. ഇന്ന് പകൽക്കാലം ക്രിസ്ത്യാനി പലപ്പോഴും ദൈവഹിതത്തിനകത്താകാത്തതിന് കാരണം നമ്മളുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താത്തതാണ്. ആമേൻ. ആമേൻ. ഒട്ടനവധി പഠനങ്ങൾ, ഒട്ടനവധി പുസ്തകങ്ങൾക്കകത്ത് ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പഠനങ്ങൾ നടത്തിയ തിയോളജിക്കൽ സർവേകൾക്കകത്ത് അവരുടെ അഭിപ്രായം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെങ്കിൽ, ഒരു മനുഷ്യൻ ഒരു ദിവസം 24 മണിക്കൂർ പാപം തൊടാതെ ജീവിക്കണമെങ്കിൽ, പാപം തൊടാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവിക സ്വാധീനത്തിനകത്ത് ലോകത്തിലെ ഒരു സ്വാധീനവും തൊടാതെ ദൈവിക സ്വാധീനത്തിനകത്ത് മാത്രം ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിനകത്ത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പ്രാർത്ഥന. ഇന്ന് പകൽ എത്ര പേരുടെ ജീവിതത്തിനകത്ത് അങ്ങനൊരു പ്രാർത്ഥന അനുഭവമുണ്ട്? നമ്മൾ കൈയടിക്കാറുണ്ട്, നാം പാടാറുണ്ട്, നാം ആരാധിക്കാറുണ്ട്. എന്ത് കേവലമേതൊക്കെ നന്മകൾ നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തളത്തിലുള്ള ഇമോഷനുകൾ പലപ്പോഴും കൈത്താളങ്ങളാലും അന്യഭാഷകളാലും മാറാറുണ്ട്. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീക ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രാർത്ഥനയെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു താളത്തിനും തഞ്ചത്തിനും ഒക്കെ നമ്മളെടുത്തങ്ങ് കൈ ഉയർത്തി സ്തുതിച്ചു. പക്ഷെ ഞാനിങ്ങനെ പറയാം, ഒരു ആത്മീക ജീവിതത്തിനകത്ത് പാപം തൊടാതെ ഒരുവന് ജീവിക്കണമെങ്കിൽ, പാപമുള്ള ലോകത്ത് പാപം തൊടാതെ ജീവിക്കണമെങ്കിൽ അവന്റെ ആരംഭമായ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മൊബൈൽ
ഐഫോൺ തപ്പുന്നതിന് മുമ്പ് ഒരു വേദപുസ്തകം വായിച്ച് മുഴങ്കാലിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു നിന്ന് ദൈവത്തോട് കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാ എനിക്ക് അങ്ങയുടെ കൃപ വേണമെന്നൊരുവൻ പറഞ്ഞാൽ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാ മതി. നിന്റെ മേൽ ഇറങ്ങുന്നൊരു ദൈവിക ഫേവർ ഉണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് ജഡത്തിന്റെ ചിന്തകൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് നമ്മുടെ അരിമനാഥൻ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. വചനം പറയുന്നുണ്ട്, രാത്രിയാകുമ്പോൾ അവൻ മലമുകളിൽ കയറും. എന്തിനു വേണ്ടി? താൻ ചെയ്തു വന്ന ശുശ്രൂഷയുടെ മഹത്വം സ്വയം പൊങ്ങാനല്ല, ഞാൻ ആരോ കാണുന്നു കാണിക്കാനല്ല. മുഴങ്കാലിരുന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവേ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ രോഗികളെ സൗഖ്യമാക്കി, ഞാൻ ശവമഞ്ചത്തിൽ തൊട്ടപ്പോ വിധവയുടെ മകൻ എഴുന്നേറ്റ് നടന്നു, ഞാൻ ഭവനത്തിൽ കയറിപ്പോയപ്പോ ഭക്തന്റെ കുഞ്ഞു ബാല്യക്കാരി എഴുന്നേറ്റ് വന്നു. മരിച്ചു 4 നാളായ ലാസ് മരണത്തിന്റെ പാശങ്ങളെ പൊളിച്ചു പുറത്തു വന്നു. പക്ഷേ ക്രെഡിറ്റ് എനിക്കല്ല, ക്രെഡിറ്റ് നിനക്കാണ്. ഇന്ന് പകൽ ജീവിതത്തിനകത്ത് എന്തേലും, ജീവിതത്തിന്റെ ഏതെങ്കിലും തെരിക്കോണിനകത്ത് ദൈവികമായ എന്തെങ്കിലും നേടണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ കൈയടിച്ചത് കൊണ്ടുപോരാ, പാടിയത് കൊണ്ടുപോരാ. പ്രാർത്ഥനാ മനുഷ്യനായി ഇന്ന് പകൽ എഴുന്നേറ്റു വരാൻ കഴിഞ്ഞ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങുന്നൊരു ദൈവ ശബ്ദമുണ്ട്, ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കരമുയർത്തിയോ കരമടിച്ചോ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. അർത്ഥമാന ദുരജലഘടക ധുരാരമണ ജലഘടക അർത്ഥരേരികൾക്കമാന ദുരജലഘടക ധുരാരകൾക്കമാൻ. പ്രിയരെ, പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണോ? പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഇന്നു പകൽ ഈ പ്രസംഗം സകല വിഷയങ്ങളും ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകമേലില്ലേലും ഈ പദം നിങ്ങളുടെ ഹൃദയത്തിനകത്തിട്ടോണം. പ്രാർത്ഥിക്കാത്തവന് ദൈവവുമായി ബന്ധമില്ല. ഹല്ലേലൂയ. മക്കളെ, പ്രാർത്ഥനയില്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ല. നീ ആരോടോ അഡ്രസ് ഇല്ലാതെ മെയിൽ അയക്കുന്നത് പോലെ, മെയിൽ ഐ ഡി തെറ്റിയിട്ട് മെയിൽ അയക്കുന്നത് പോലെ എമ്മിന്റെ ഒക്കെ മറുപടി കാത്തിരിക്കാമെന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കാത്തവന് വേണ്ടി ചലിക്കുന്നവനല്ല എൻ്റെ ദൈവം. മുഴങ്കാലിൽ കരയുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ അവന്റെ മുഖത്തെ മാനിച്ച് ദേശത്തെ വിടിവിക്കാമെന്ന് പറഞ്ഞവനാണ് എൻ്റെ ദൈവമെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദേശത്തെ വിടിവിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തെ തകർക്കാം. ഏതാഭിചാരകന് കഴിയും, ഏതു മന്ത്രവാദിക്ക് കഴിയും, ഏതു നേർച്ചകൾക്ക് കഴിയും, അവന്റെ സഭയെ മുടിക്കാം. ഏത് ദേശാന്തരിക ശക്തിക്ക് കഴിയും. ഇന്ന് പകൽ ഈ വഴി കേട്ട് ഈ വഴി കളയരുത്. ഇതിനകത്തിരിക്കുമ്പോ ദൈവത്തോട് പറയണം, കർത്താവ്, നഷ്ടമായി പോയ പ്രാർത്ഥനയുടെ ആ വലിയ നിയോഗത്തെ ഇന്ന് പകൽ എന്റെ മേലൊന്ന് കൈമാറണമേ എന്ന് അബ്രഹാം ചോദിച്ചു. കർത്താവേ, നീതിമാനായ 50 പേർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ ആ സോദോമിന്റെ പട്ടണത്തെ നശിപ്പിക്കുമോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഹേ അബ്രഹാമേ, നീതിമാന്മാരായ 50 അല്ല, ഒരുത്തനുണ്ടെങ്കിൽ, അർത്ഥാൽ പ്രാർത്ഥിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മുഖാന്തര ചില പട്ടണങ്ങൾ വിടിവിക്കപ്പെടട്ടെ. നീ പ്രാർത്ഥിക്കാത്തടത്തോളം കാലം നിന്റെ കുടുംബത്തിന്റെ കെട്ടുപൊട്ടില്ല, നിന്റെ തലമുറയുടെ കെട്ടുപൊട്ടില്ല, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറില്ല, നിന്റെ സഭയുടെ അവസ്ഥ മാറില്ല, നിന്റെ രോഗം സൗഖ്യമാകില്ല. പക്ഷെ പ്രാർത്ഥനയുടെ നിയോഗത്തിൽ എഴുന്നേറ്റു നിന്നാൽ ശബരദ റിഖമാന ധീരമാന അർത്ഥമാന ധൂരധാര ധാര 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 തുരിഖമാന ധാര 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 ധാര. പ്രിയരേ,
പ്രാർത്ഥിക്കുന്ന സാധുവായ ഒരുവനുണ്ടെങ്കിൽ അഹ്മൻ മുഖാന്തരം ദേശത്തിൽ നിന്ന് വരുന്ന അനർത്ഥത്തുനിന്ന് അനുദപിച്ചു ദേശത്തെ മുഴുവനും എൻ്റെ ദൈവം വിടുവിക്കുമെങ്കിൽ, ഹലോ, ഒരു പഞ്ചായത്തിനകത്ത് എത്ര 1000 പേര് കാണും? കുറഞ്ഞതൊരു 10,000 പേര് കാണില്ലേ? ഒരുവന്റെ പ്രാർത്ഥന 10,000 പേർക്ക് കോട്ടയാണെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. ഇന്ന് പകൽ ഡോക്ടർ എഴുതിയ ലിസ്റ്റിലാണ് നമുക്ക് വിശ്വാസം. ഹലോ, ഡോക്ടർ പറഞ്ഞു എനിക്കിന്ന രോഗമാ. അതേ ഡോക്ടറെ, എനിക്കിന്ന രോഗമെന്ന് കാട്ടത് മുതൽ പ്രാർത്ഥന മറന്നു, ദൈവത്തിലുള്ള വിടുതൽ മറന്നു. ഏതൊക്കെ മരുന്നും പോക്കറ്റിനകത്തിട്ട് ഒന്ന് ആശീർവാദം പറഞ്ഞ് പോയി ഒരിക്കൽ കൂടെ മരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ഏതൊക്കെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഏതൊക്കെ മുറിക്കകത്ത് ഒതുങ്ങിയിരിക്കും മിന്ന നോക്കി പറയുക, നിന്റെ പ്രാർത്ഥന ദേശത്തിന് വിടുതലാണെങ്കിൽ നീ പ്രാർത്ഥിച്ച നിന്റെ ശരീരം സൗഖ്യമാകാതിരിക്കുമോ? നീ പ്രാർത്ഥിച്ച നിന്റെ കുടുംബ തകർച്ച മാറാതിരിക്കുമോ? നീ പ്രാർത്ഥിച്ച നിന്റെ തലമുറയുടെ പിന്മാറ്റം മാറി അവൻ സ്നാനജലത്തിലിറങ്ങാതിരിക്കുമോ? നീ പ്രാർത്ഥിച്ച നിന്റെ തലമുറ പ്രവചിക്കാതിരിക്കുമോ? നീ പ്രാർത്ഥിച്ച നിന്റെ തലമുറ അഭിഷിക്തനാകാതിരിക്കുമോ? അസാധാരണമായൊരു ദൈവശക്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. മക്കളെ, പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനോട് പ്രതികരിച്ചു പറ, ഈ തലമുറയിൽ പ്രാർത്ഥനാ വീരനായി നിൽപ്പാ. പ്രസംഗകനായില്ലേലും പ്രവാചകനായില്ലേലും വീര്യപ്രവർത്തി വരെ പ്രാർത്ഥനയില്ലേലും എന്റെ മുൻപിൽ ഭൂതങ്ങൾ മുട്ടുകുത്തിയില്ലേലും എന്റെ മുൻപിൽ രോഗികൾ സൗഖ്യമായില്ലേലും ഈ തലമുറയിൽ പ്രാർത്ഥനാ മനുഷ്യനായി ഹൃദയം തിളയ്ക്കുന്നവർ മാത്രം കരമടിക്കണം. ഇന്ന് പകൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു നിയോഗം ഇന്ന് പകൽക്കാലം ഞാൻ കൈമാറുകയാണ്. ഇന്ന് പകൽ ഇത് കേവലം ഒരു പ്രസംഗമായിരിക്കരുത്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അപ്പൻ അറിയണ്ട, അമ്മ അറിയണ്ട, കർത്താവിനോട് പറ, കർത്താവേ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകോ. ഇന്ന് പകൽ എന്റെ മേലൊരു അഭിഷേകത്തെ ഓറി ബാബാ ലാ ധര 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 ബാര ബാര ധര ധര ഗമനാദ അർത്ഥമാന ധര 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 റീബന വൈഡബരം തുരഗടക തുരവാരി ബനാരിക ബാരിക 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 ബാ റീമാ മാമാ ധര 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 ഗമന. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിനകത്ത്, യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്ത് ഇരുന്ന് ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഒരു പ്രാർത്ഥന മനുഷ്യനാകാനുള്ളൊരു കൃപ. എന്തിനു വേണ്ടി? ചില ദേശങ്ങളുടെ അന്ധകാര മണ്ഡലങ്ങളെ തച്ചുടച്ചിട്ട് ചില ദേശങ്ങളെ എനിക്ക് പിടിച്ചെടുക്കണം, എന്റെ തലമുറകൾ പിടിച്ചെടുക്കണം. അവർ മുഖാന്തര ദൈവമറിയാത്ത കോണ്ടിനെന്റുകൾ, ദൈവത്തെ അറിയാത്ത ഭൂഖണ്ഡങ്ങൾ, ദൈവത്തെ അറിയാത്ത താഴ്വരകൾ, ദൈവത്തെ അറിയാത്ത ട്രൈബലുകളുടെ ഇടയിൽ, ദൈവത്തെ അറിയാത്ത ജനസമൂഹങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ല എന്റെ തലമുറകളെ അയപ്പാനുള്ള ഒരു പ്രാർത്ഥനയുടെ നിയോഗം. ഓ ശബരാധരബലബ രാമനാരധാരകൾ കമാനധരജലകട പലരും പറയും, പാസ്റ്റേ ദേശങ്ങളൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ വിടുവിക്കപ്പെട്ടില്ലെങ്കിലും എൻ്റെ കുടുംബമെങ്കിലും ഒന്ന് വിടുവിക്കപ്പെട്ടാൽ മതി. പാസ്റ്റേ ദേശങ്ങളൊന്നും
എൻ്റെ പ്രാർത്ഥന ഇവിടെ മുൻപിൽ വിടുവിക്കപ്പെട്ടില്ലേലും എൻ്റെ ശരീരത്തിൻ്റെ രോഗമൊന്ന് സൗഖ്യമായാൽ മതി. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു പട്ടണത്തെ വിടുവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് പകൽ പട്ടണത്തിൽ വിടുതൽ വെളിപ്പെടുമെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ മന്ദിരമെന്നും എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ നിന്റെ രോഗത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് സൗഖ്യം വെളിപ്പെടുന്നില്ല? ഇന്ന് പകൽ കളയേണ്ട ചിലവിനെ എടുത്തു കളഞ്ഞിട്ട് കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് പകൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം. Hallelujah. 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 Man. കഴിഞ്ഞ ദിവസം 2 മിഷണറി കപ്പിളുമാർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഹെയ്റ്റി എന്ന് പറയുന്ന നോർത്ത് അമേരിക്കൻ രാജ്യത്ത്, അമേരിക്കയിലുള്ള എല്ലാ നന്മകളും ഉള്ള വീട്ടിനകത്തുനിന്ന് ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ ഒരു താണ, അമേരിക്കയിലാണ്, നോർത്ത് അമേരിക്കൻ രാജ്യമാണ്, പക്ഷെ ഫ്രഞ്ച് കോളനി ആയിരുന്ന ഹെയ്റ്റി എന്ന് പറയുന്ന രാജ്യത്തിനകത്ത്, അതിനകത്തുള്ള ട്രൈബലുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അക്രമമുള്ള രാജ്യത്തിലേക്ക് 2 യുവ മിഷണറിമാർ കടന്നുപോയി. കഴിഞ്ഞ ദിവസം നരാധിപന്മാർ ആ 2 വ്യക്തികളെയും നിത്യ യൗവനത്തിൻ്റെ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു 25 വയസ്സിനകം മാത്രം പ്രായമുള്ള 2 മിഷണറി കുടുംബത്തെ, ഒരാണിനെയും തൻ്റെ ഭാര്യയായ പ്രിയതമയും ഒരുമിച്ച് നരാധിപന്മാർ ലോകത്തിൻ്റെ മുൻപിൽ ഒരു സാക്ഷിയും കൂടെ സമ്മാനിച്ചപ്പോ അവരുടെ പിതാവ് എഴുതിയത് ഇങ്ങനെയാണ്: എനിക്കെന്റെ മകനെയും എനിക്കെന്റെ മകളെയും മരുമകനെയും കുറിച്ച് അഭിമാനമുണ്ട്. കാരണം ഭക്തന്മാരുടെ രക്തത്തിന്റെ വിലയാണ് ക്രിസ്ത്യാനിത്വം. ആ പട്ടണത്തെ പിടിക്കാൻ എന്റെ കുഞ്ഞിന്റെ നിത്യ യൗവനത്തിന്റെ രക്തം കൊടുക്കേണ്ടി വന്നാൽ ഞാനോ എന്റെ കുടുംബമോ ലജ്ജിക്കുന്നില്ല. കാരണം അവർ ഇന്ന് പകൽ ക്രിസ്തുവിനോട് കൂടെ മഹത്വത്തിന്റെ തേജസ്സിനകത്തുണ്ട്. ഇന്ന് പകൽ ഞാൻ ചലഞ്ച് ചെയ്യുക, അമ്പിയർക്കോണം പട്ടണത്തിനകത്ത്, തിരുവനന്തപുരം ഗ്രാമദേശത്തിനകത്ത്, ഒരുപക്ഷെ കുടിലിനകത്തായിരിക്കാം കിടക്കുന്നത്. നിന്റെ തലമുറ ഒരു മിഷണറിയായി മാറിയ, ദൈവസ്നേഹം അറിയാത്ത, ദൈവത്തെ അറിയാത്ത ആയിരക്കണക്കിന് പേര് നിത്യതയിൽ കൊണ്ടുപോക. അവന് ദൈവത്തിനാവശ്യമാണ്, അവളെ ദൈവത്തിനാവശ്യമാണ്. അവന് ആര് വേണോ? പ്രാർത്ഥനാ വീരന്മാർ വേണോ? ഈ തലമുറയിൽ പ്രാർത്ഥനാ വീരന്മാരായ ഡേവിഡ് മുള്ളർമാർ വേണോ? അനുഗ്രഹത്തിന്റെ മട്ടുപ്രാവിനെ പൊളിച്ചു കളഞ്ഞിട്ട് ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഡേവിഡ് ലിവിൻസ്റ്റൺമാർ വേണോ? വില്ലി ഗ്രഹാംമാർ വേണോ? ഇന്ന് പകൽ അതുപോലെ ഈ ദേശത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ചിലരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് വേണ്ടെന്ന രീതിയിലാ. വേണമെന്നുള്ള ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം. എൻ്റെ അരിമനാഥൻ പ്രാർത്ഥിച്ചത് പ്രതിസന്ധിക്ക് മുമ്പാ. സ്തോത്രം പറഞ്ഞില്ല. പ്രാർത്ഥിക്കേണ്ടത് പ്രതിസന്ധി വന്നിട്ടല്ല, കുടുംബം തകർന്നിട്ടല്ല, പടക് കുലുങ്ങിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. മരിക്കും അതിനു മുമ്പ് എൻ്റെ യേശു കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക പ്രാർത്ഥിക്കണം. ക്രൂശ് വെളിപ്പെടുന്നതിന് മുമ്പ്, റോമൻ പടയാളികൾ പിടിക്കപ്പെട്ട
വെളിപ്പെടുന്നതിന് മുമ്പ്, അവൻ സ്വന്തം ജനം ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് അവനെ മുന്നമേ കണ്ടിട്ട് മുഴങ്ങാലിൽ കരയോ ഒരു തലമുറയുണ്ടെങ്കിൽ ഇന്ന് പകൽ അഭിഷേകം ഇതിനകത്ത് ചലിക്കുക. ഭാരതത്തിൽ വെളിപ്പെടുന്ന പെർസിക്യൂഷന് മുമ്പ്, അവൻ തകർച്ചകൾക്ക് മുമ്പ്, സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന അവൻ അനർത്ഥങ്ങൾക്ക് മുമ്പ് മുഴങ്കാലിൽ കരയോ. സാരാബാല ധൂരജാല ധീരവക്ഷ അർത്ഥവേര ധാര 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 ധീരധാര അർത്ഥമേന ധൂരജാല ധീരധാര ധൂരജാല അർത്ഥമാന ധൂരജാല വൈഡമാല അർത്ഥമാന ധൂരധാര ധീരമക്ഷ വേഗമാന റീമമാന ധൂരബാല വൈഡബാല. ഓ ഷാരൈ ഖാരൈ തേ രേ തേ റീമമാന ധൂരധാര ധാര ധാര. ആമേൻ. ഹല്ലേലൂയ. പ്രതിസന്ധി വന്നിട്ടല്ല പാസ്റ്ററെ അന്വേഷിക്കേണ്ടത്, പ്രതിസന്ധി വന്നിട്ടല്ല പായ് തിരക്കേണ്ടത്, പ്രതിസന്ധി വരുമ്പോഴല്ല പള്ളി അന്വേഷിക്കേണ്ടത്. എന്റെ യേശു കാണിച്ച മാതൃക, മരണം മുന്നിൽ നിൽക്കുമ്പോ മരണത്തിനു മുമ്പ് ലോകത്തോട് വിളിച്ചു പറയാ ഒരു പ്രാർത്ഥനയുടെ മാതൃക എന്റെ യേശു കാണിച്ചു തന്നത്. മരണം മുന്നിലുണ്ട് മക്കളെ, മരണത്തിലേക്ക് കയറുമ്പോഴല്ല പ്രാർത്ഥിച്ചത്. ഗതസമനയ്ക്ക് മരണം തൊടുന്നതിന് മുമ്പ് ആമേ മുന്നമേ കണ്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തി. ഇന്ന് പകൽ ആരെയൊക്കെ ചലഞ്ച് ചെയ്യുക, രോഗം നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടിട്ടില്ല. അയ്യോ പാസ്റ്റർ എന്റെ കുഞ്ഞിന് വയ്യ, എന്റെ ദൈവദാസന് വയ്യ. നോ 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 നോ. അതിനു മുൻപ് മുഴങ്കാലിൽ പ്രാർത്ഥനയിൽ കണ്ടിട്ട് ആ രോഗത്തെ വെട്ടിമാറ്റ, ആ ബലഹീനത തച്ചുടയ്ക്ക. സാത്താന്റെ രാജ്യത്തിനകത്ത് അവൻ വച്ചിരിക്കുന്ന മാസ്റ്റർ പ്ലാനിനെ പൊളിച്ചു മാറ്റിയിട്ട് ആ അഭിഷേകം ഏറ്റെടുത്ത് ആരാധിക്കുക. നിന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധിക്ക് മുമ്പ് ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വിടുതൽ ചലിക്കണം. ഓ അർത്ഥമാന ധൂരധാര ധാര 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 ധാരം 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 ധാര അർത്ഥൂരികമാന ധൂരധാര ധാര ധാര ധാരം 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 ധാര. ആരുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികളെ മുന്നമേ കണ്ടിട്ട് ആത്മാവ് ചിലരെ തട്ടി ഉണർത്തുകയാ. നീ മുഴങ്കാലിരുന്ന് കരയുക, നീ മുഴങ്കാലിരുന്ന് കരയുക. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ഇന്ന പ്രതിസന്ധി കൊണ്ടിട ശത്രു പതിയിരിക്കുന്നുണ്ടെന്ന് ആത്മാവ് ഇന്ന് പകൽ ചിലരെ ബുദ്ധി ഉപദേശിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പകലൊരു പ്രാർത്ഥന ഇതിനകത്ത് ഉയരട്ടെ. പ്രതിസന്ധിയുടെ മുൻപിലല്ല, എന്റെ കുടുംബമാകുന്ന പടകുലഞ്ഞിട്ടല്ല, എന്റെ സഭയാകുന്ന പടകുലഞ്ഞിട്ടല്ല, എന്റെ അരിമനാഥൻ ക്രൂശ് മുന്നമേ കണ്ടിട്ട് ഗതസമനയിൽ മുട്ടുകുത്തിയതുപോലെ പ്രതിസന്ധിയെ മുന്നമേ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. മുഴങ്കാലിൽ കരയേണ്ട സമയമാണിത്, കരയേണ്ട സമയമാണിത്. ആരെയോർത്ത്? നിന്നെയോർത്ത്, നിന്റെ നശിച്ചു പോകുന്ന തലമുറയോർത്ത്, നിന്റെ ആരോഗ്യത്തെ ഓർത്ത്, നിന്റെ സഭയെ ഓർത്ത്, നിന്റെ ശുശ്രൂഷയോർത്ത് മുഴങ്കാലിൽ കരയേണ്ട. വൈഡമാന ധൂരധാര ധാര 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 ധാരം 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 ശ്രീമാരാമരിഹമാന ധൂരധാര ധാരം 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 ഇവര വൈഡവരം ദുരഘടക ചുരമാറി മനാറിക ബാറിക ബാറിക ബാറി ഇവര വച്ചവരം വര വൈഡവരം ദ
അഭിഷേകത്തെ ഇന്ന് പകൽ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ കേട്ടോ. അഭിഷേകം ഏറ്റെടുത്ത് പ്രാപിച്ചിട്ടേ ഇതിനകത്ത് പോകാവൂ. നിന്റെ വീട്ടിനകത്ത് പ്രതികൂലം കൊണ്ടിടാ ശത്രു പതിയിരിക്കുമ്പോ അതിനെ മുന്നമേ കണ്ടു വെട്ടിമാറ്റി നിന്റെ തലമുറയെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ഒരു അഭിഷേകത്ത ഇന്ന് പകൽ അഭിഷേകത്തിന്റെ മിറവ് പ്രാപിച്ചിട്ട് ഇതിനകം വിട്ടുപോകാവൂ. ഓൺലൈനിലൂടെ കാണുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ ദൈവശക്തി ചലിച്ചിറങ്ങുകയാണ്. അരിഞ്ഞിട്ട പുൽപ്പുറത്ത് വീഴുന്ന ഹർമോണിയം മഞ്ഞ് പോലെ നിന്റെ ശരീരത്തിനകത്ത് ഈ ശക്തി വ്യാപരിച്ചിറങ്ങുകയാണ്. ഇന്ന് പകൽ ചില പ്രതിസന്ധിയുടെ കാറ്റുകള്, പ്രതിസന്ധിയുടെ തിരമാലകള് ഇന്ന് പകൽ ആത്മാവിൽ ഭേദിച്ചു മുന്നേറുന്ന ഒരു മഹാസൈന്യ ഈ ആലയത്തിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഇന്ന് പകൽ ഞങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ശൂന്യതയാണ്, ഞങ്ങളുടെ ശുശ്രൂഷയുടെ മുൻപിൽ ശൂന്യതയാണ്, ഞങ്ങളുടെ ഞങ്ങളുടെ ഭാവിയുടെ മുൻപിൽ ശൂന്യതയാണ്. പക്ഷെ ഇന്ന് പകൽ നാളെ വെളിപ്പെടാൻ പോകുന്ന പ്രതിസന്ധികള് ആരാധനയുടെ ഇന്നത്തെ പകൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ ജയിക്കുകയാണ്. യെസ്, വൈഡമാന ധാര ധാര ധാരം 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 Yes. Yes. പ്രാർത്ഥനയുടെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം. ഒരു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടരുത്. ഒരു കുഞ്ഞുകുട്ടിയെ പോലും തൊടാതെ ഇന്ന് പകൽ ദൈവ സാന്നിധ്യമേ അങ്ങ് കടന്നു പോകരുത്. പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. മണിക്കൂറുകൾ ഉറക്കം നഷ്ടപ്പെട്ട് പിതാക്കന്മാർ മുഴങ്കാലിൽ കരഞ്ഞതുപോലെ യാമങ്ങളിൽ എഴുന്നേറ്റു നിന്ന് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാ, രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ എസ്തേറുമാർ എഴുന്നേൽക്കട്ടെ, എസ്തേറുമാർ എഴുന്നേൽക്കട്ടെ. ശത്രു കൊണ്ടുപോയ ജീവിതത്തെ മടക്കി പിടിക്കുന്ന രൂത്തുമാർ എഴുന്നേൽക്കട്ടെ. ഓ ശബരാധാരാധാരാധാര കാരാഗ്രഹത്തിനകത്തും അഭിഷേകം ചുമക്കുന്ന യോസേഫുമാർ എഴുന്നേൽക്കട്ടെ. നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ ഈ ലോകത്തിലുള്ളവിനോ വരുവാനുള്ളവിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ പിന്തിരിപ്പിക്കാൻ കടിയില്ലമ്മ. നെഞ്ചും നെറ്റയും നൽകി ദൈവകൃപയിൽ നിൽക്കുന്ന പൗലൂസുമാർ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ അഭിഷേകം ഇതിനകത്ത് പ്രയർ സെല്ലുകൾ ഉണ്ടാകിയിട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരം പട്ടണത്ത് മാത്രമല്ല ഓരോ ജില്ലകളിലും 24 മണിക്കൂർ മുഴങ്കാലിരുന്ന് കരയുന്ന പ്രാർത്ഥന വീരന്മാർ, പ്രയർ ടവറുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയതുപോലെ ഞങ്ങൾ ഇന്ന് പകൽ ഈ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ പൊട്ടന പോലെ ആത്മമറവിൽ ഇന്ന് പകൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. കേരളത്തിൽ ഒതുങ്ങാത്ത ആത്മാവിന്റെ ചലനങ്ങൾ, ഫ്ലറിഷിങ്ങുകൾ ഇന്ന് പകൽ സംഭവിച്ചു തുടങ്ങട്ടെ, ഇന്ന് പകൽ സംഭവിച്ചു തുടങ്ങട്ടെ. ആയിരക്കണക്കിന് പ്രാർത്ഥനാ യോദ്ധാക്കൾ 24 മണിക്കൂർ ജീവിതം മറന്ന്, അവസ്ഥകൾ മറന്ന് തൻ്റെതായിട്ടുള്ള ചിന്ത
ചിന്തകൾ മറന്ന് മുഴങ്കാലിലിരുന്ന് ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി കരയുന്ന ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് എഴുന്നേറ്റു വരട്ടെ. അപ്പോ ഗെത്സമനയിൽ എന്റെ അരുമമാവൻ അപേക്ഷിച്ചതുപോലെ ഞങ്ങൾ ഇന്നു പകൽ അപേക്ഷിക്കുകയാണ്. പ്രിയരെ, ഈ ലോകത്ത് നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ തലമുറകളുടെ വളർച്ച കാണണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല. ജനിച്ചു നല്ലതാണ്, ജീവിക്കുന്നത് നല്ലതാണ്, നല്ല ആഹാരം കർത്താവ് തരുന്നുണ്ട് നല്ലതാണ്, നല്ല ശക്തിയുണ്ട് നല്ലതാണ്, നല്ല സൗന്ദര്യമുണ്ട് നല്ലതാണ്. മരിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് മിന്നിൽ നിന്ന് പട്ടണങ്ങൾ വിടുവിക്കപ്പെടണം. ഹലോ, 6 അടി മണ്ണിനകത്ത് ഒരുപക്ഷെ 6 5 അടി പെട്ടിക്കകത്ത് ഒതുങ്ങുന്നതിന് മുമ്പ് ഈ ജീവിതം കൊണ്ട് എന്തേലും അർത്ഥം വേണ്ടേ? ഈ ആയുസ് കൊണ്ട് എന്തേലും അർത്ഥം വേണ്ടേ? എന്തേലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണ്ടേ? നാളെ സ്വർഗീയ ദൂതന്മാർ പേറ്റു പറയണ്ടേ? സ്വർഗം പറയണ്ടേ, I'm a faithful servant. അവൻ വിശ്വസ്തനായ എൻ്റെ ദാസനാണ്. അതോ മരിക്കുന്നതിന് മുമ്പ് അടക്കാൻ വരുന്ന 2 പാസ്റ്റർമാർ നല്ല വാക്ക് പറഞ്ഞ് കോളറൊക്കെ പൊക്കി വച്ച് നല്ല വാക്ക് പറഞ്ഞാൽ മതിയോ? അതാര് വേണേലും പറയും. പള്ളി വരണമെന്നൊന്നുമില്ല, പക്ഷെ സ്വർഗം പറയണം, സ്വർഗം പറയണം. ഇവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ആ കർത്താവ് പ്രാർത്ഥിച്ചത് എന്ത്? എന്റെ മുൻപിൽ പ്രതിസന്ധി വരുന്നു, ഞാൻ ക്രൂശ് എടുക്കാൻ പോകുക, മരണം മുൻപിൽ വെളിപ്പെടുക, എന്റെ അപേക്ഷ അവൻ എന്റെ ശബ്ദം കേട്ട് ഒന്നുപോലും തകർന്നു പോകാതെ നിലനിൽപ്പാനുള്ള കൃപ അവർക്ക് കൊടുക്കണേ. ഈ മക്കളെ അങ്ങ് മാറ്റി നിർത്ത. പ്രിയ അങ്കിൾമാരോട് ഞാൻ ചോദിക്കട്ടെ, പ്രിയ ദൈവദാസിമാരോട് ചോദിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് നിനക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയോ? എന്താ? ഞാൻ അറിഞ്ഞ സത്യമെടുക്കാൻ എൻ്റെ കുടുംബത്തിനകത്ത് അഭിഷേകമുള്ളവർ വേണം. ഇല്ലെങ്കിൽ നിന്റെ കണ്ണടയുമ്പോൾ നിന്റെ തലമുറ വഴിതെറ്റി മദ്യത്തിനും മയക്കുമരുന്നിനും കൂട്ടുകെട്ടിനും അടിമയായ ആലയത്തിന്റെ പടിവാതിൽ പോലും കേറാൻ കഴിയാതെ മ്ലേച്ഛതയുടെ തീച്ചൂളക്കകത്ത് വീഴുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നു പകൽ നിനക്കെങ്ങനെ അവൻ സന്തോഷത്തോടെ കടന്നു പോകാൻ കഴിയും? എന്റെ അപ്പൻ പ്രാർത്ഥിക്കുക, നാളെ ക്രൂശ് എടുക്കേണ്ടവനാ ഞാൻ, പക്ഷെ എന്നിൽ വിശ്വസിച്ചവർ ചിതറിപ്പോകാവതിൽ യേശുവേ പിതാവേ ഞാൻ അപേക്ഷിക്കുകയാണ്. ഹലോ, പാസ്റ്റർ നേരത്തെ പറഞ്ഞു കുറെ പേരുടെ റിസൾട്ട് വന്നു. റിസൾട്ട് ഇനി വരാൻ ഒത്തിരി പേരുണ്ട്. നല്ലതാണ്. റിസൾട്ടിനെക്കാളും വലുതാ നിത്യത. ഹലോ,
അഡ്മിഷന് വേണ്ടി ഉപവസിക്കുന്നവരെ എനിക്കറിയാം. സ്തോത്രം പറഞ്ഞില്ല. റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം മാനസാന്തരപ്പെടുന്നവരെ എനിക്കറിയാം. ഹലോ, പ്രാർത്ഥിക്കരുതെന്നല്ല, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കും ഞാനിപ്പോൾ ചെയ്യുന്ന റിസൾട്ട് ഉടനെ വരും. ഹലോ, പ്രാർത്ഥിക്കുന്നരുതെന്നല്ല, അതിനേക്കാളും വലിയൊരു റിസൾട്ട് നമ്മെ തേടിയിരിപ്പുണ്ട്. അവിടെ എത്താ നിന്റെ കൂടെ നിന്റെ തലമുറ ഇല്ലെങ്കിൽ, നിന്റെ സഭ ഇല്ലെങ്കിൽ, നീ ശുശ്രൂഷിച്ചത് വെറുതമല്ലേ? അതിനെന്ത് ചെയ്യണം? അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, സ്വയമേ പറ, പ്രതിസന്ധി വരുന്നതിന് മുമ്പ് മുഴങ്കാലിരിക്കണം. രോഗം വരുന്നതിന് മുമ്പ് മുഴങ്കാലിരിക്കണം. ദൈവം അടിച്ചെന്ന് പറയുന്നതിന് മുമ്പ് മുഴങ്കാലിരുന്ന് അപ്പന്റെ സ്നേഹം അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ ആഴ്ചയാണെന്ന് തോന്നുന്നു RCC ഫുഡ് കൊടുക്കുക. ഹലോ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിഞ്ഞവരാ ഫുഡിന് വേണ്ടി വന്ന് നിൽക്കുന്നേ. കാരണം എന്ത്? ദൈവത്തെ അറിയാം, പലരെയും ദൈവത്തിനറിയില്ല. ഹലോ, മെമ്പർഷിപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സഹോദരന്മാർ അടുത്ത മാസമൊക്കെ പോകുമ്പോൾ ഒന്ന് പോയി നോക്ക്, അവരോട് ചോദിച്ചു നോക്ക. ഹലോ, എന്തുകൊണ്ട് പ്രതിസന്ധി മുന്നേ കണ്ടിട്ട് പ്രാർത്ഥിച്ചില്ല? പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല. നാട്ടുകാരുടെ കുറ്റം പറയാൻ സമയമുണ്ട്. TV തുറന്നു വെച്ച് പലതും കാണാൻ സമയമുണ്ട്. മണിക്കൂറുകൾ എന്തിന് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്. മാതാപിതാക്കളെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. നിങ്ങളാൽ മാത്രമേ നിങ്ങളുടെ ഭവനത്തെ പണിയാൻ കഴിയത്തുള്ളൂ. ഇസ്രായേൽ ഗൃഹം പണിതത് യാക്കോബ് എന്നല്ല വചനം പറയുന്നത്, ലേയും റാഹേലുമാണ് ഇസ്രായേൽ ഗൃഹം പണിതത്. ഹലോ, മക്കൾക്ക് കൊടുക്കാൻ ഇച്ചിരി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് മലർന്ന് കിടക്കാനുള്ള സമയമല്ല, മുഴങ്കാലിൽ കരയാനുള്ള സമയം. നിങ്ങൾ ചോദിക്കും, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? പ്രതികൂലം വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രതിസന്ധി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഹലോ, ഭാരതത്തിൽ പീഡ കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പീഡ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു തുടങ്ങണം. അഭിഷിക്തന്മാരെ ദൈവം ശക്തീകരിക്കും. മക്കളുടെ ട്രാക്ക് ഒന്ന് ചലിച്ചു മാറി, എല്ലാം തീർന്നു പടുകൊടി വീണിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അവൻ ട്രാക്ക് തെറ്റി തുടങ്ങുന്നതിന് മുമ്പ് മുഴങ്കാലിരിക്കുന്നവർ സഭയ്ക്കകത്തേൽക്കണം. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വന്നപ്പോ 5 പേരുണ്ടായിരുന്നു, വന്നപ്പോ 6 പേരുണ്ടായിരുന്നു, വന്നപ്പോ 3 പേരുണ്ടായിരുന്നു, വന്നപ്പോ 4 പേരുണ്ടായിരുന്നു, വന്നപ്പോ 2 പേരുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കണം. ആലയത്തിൽ വരുമ്പോ എല്ലാവരും ഉണ്ടോ? ഇല്ലെങ്കിൽ അവൻ ആ പ്രതിസന്ധി വരുന്നതിന് മുമ്പ് മുഴങ്കാലിൽ കരയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തിനാ പാസ്റ്റർ പറയുന്നേ? എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചു, ക്രൂശ് എടുക്കുന്നതിന് മുമ്പ് തന്നിൽ വിശ്വസിച്ചവർ ചിതറിപ്പോകാതിരിക്കാൻ. ചിതറിപ്പോയാൽ എന്ത്? വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, പ്രതിസന്ധി വരും മുമ്പ് പ്രാർത്ഥിര. ഹല്ലേലൂയ. വേഗത്തിൽ നാം ആരാധിക്കാൻ പോവാ.
എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ഒരു ചിന്തയും കൂടെ ഞാനൊന്ന് തൊട്ട് വിട്ടോട്ടെ. വചനം പറയുന്നു, രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി എടുത്താൽ മതി. ഒരു രാജാവിനൊരു പൂതി, ആഗ്രഹം. രാജാവിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ തൻ്റെ തല ഉയർത്തി അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒരുത്തൻ്റെ തോട്ടം അവിടെ കിടക്കുക. നാബോതിൻ്റെ മുന്തിരിത്തോട്ടം. ആരെ? നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. ആരുടെ? നാബോതിൻ്റെ മുന്തിരിത്തോട്ടം. ആഹാബിനൊരാഗ്രഹം, ആ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാകണം. ആഹാബ് നാബോതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ വംശാവലിയിൽ വരുന്ന നാബോതേ, ഇസ്രായേലിന്റെ പിതാക്കന്മാരുടെ അവകാശമായ നിന്റെ അവകാശമാകുന്ന മുന്തിരിത്തോട്ടം എനിക്ക് താ. ഞാൻ നീ ചോദിക്കുന്നത് എന്തെന്ന് ഈ രാജ്യത്ത് നിനക്ക് തരാം. സ്തോത്രം പറഞ്ഞില്ല പ്രിയരെ. അവന്റെ ലക്ഷ്യം നിന്റെ വീടല്ല. ഹോളോ വെച്ചിലോ മൺകട്ടയിലോ വില കൂടിയ ഇറ്റാലിയൻ ഫർണിഷ്ഡ് നിന്റെ വീടല്ലേ അവന്റെ നോട്ടം. അവന്റെ നോട്ടം വീട്ടിനകത്തും ദൈവം കെട്ടിയടച്ചൊരു തോട്ടമുണ്ട്. അത് നിന്റെ കുടുംബമാകുന്ന തോട്ടമാണ്. അത് നിന്റെ സഭയാകുന്ന തോട്ടമാണ്. ഇന്നു പകൽ സാത്താന്റെ ലക്ഷ്യം നിന്റെ കയ്യടി കുറയ്ക്കുക എന്നത് മാത്രമല്ല, നിന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവ തേജസ്സിന്റെ തോട്ടത്തെ ശത്രുവിന്റെ ക്ഷീരത്തോട്ടമാക്കി കളയോ. ശത്രു ഭീരിക്കുമുണ്ടോ? ഇന്നു പകൽ ദൈവജനം മറക്കരുത്. ഹല്ലേലൂയ. ആഹാബിന്റെ ആഗ്രഹം എന്ത്? മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാകണം. നാബോദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാബോദേ, ആ തോട്ടം എനിക്ക് താ. നാബോദ് പറഞ്ഞു, ഇതെൻ്റെ ഇസ്രായേലിൻ്റെ, എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. നാബോദിന് ഈ പുസ്തകം ഉയർത്തി പറയാൻ കഴിയും. പുതിയ നിയമ നാബോദുമാർക്ക് ഇതെൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, എൻ്റെ അപ്പനെടുത്തതാണ്. ഈ തലമുറയിൽ ഞാനും എടുക്കുന്നു. ഞാനെടുത്ത ഈ പുസ്തകം എൻ്റെ കണ്ണടയുന്നതിനു മുമ്പ് തലമുറ കൈമാറിപ്പോകുമെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ത്രാണിയുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നാബോദിനോട് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വേണം, എനിക്ക് മനോഹരമായ ചീരത്തോട്ടം ഉണ്ടാക്കണം. നാബോദ് പറഞ്ഞു, രാജാവേ, നീ രാജാവായിരുന്നിരിക്കാം, പക്ഷേ ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. ഇതെന്റെ പിതാക്കന്മാർ എനിക്ക് കൈമാറിയതാണ്. ഞാൻ മരിച്ചാലും അത് നിനക്ക് തരത്തില്ല. ഇന്ന് പകൽ ദൈവസഭയെ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഏതോ കോഴിക്കൂടിനോ ഏതോ വീടിന്റെ വസ്തു തരാമെന്ന് പറഞ്ഞാലോ ഏതൊക്കെ നന്മ തരാമെന്ന് പറഞ്ഞ് ഈ വിശ്വാസം വിട്ടുപോകുന്ന നൂറുകണക്കിന് പേരുണ്ട്. പക്ഷേ ഇന്ന് പകൽ മരിക്കേണ്ടി വന്നാല് ഈ ക്രിസ്തുവിനെ വിട്ടുപോകത്തില്ലെന്ന് പറയുന്ന ചിലതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ഐ സല്യൂട്ട് യു. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂത്ത് ക്യാമ്പ് നടന്നപ്പോൾ ഒരു പാസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഞാൻ ഇന്ന ആളുടെ ആളാ, അവർ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പള്ളിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഓർമ്മയുണ്ട്. അവരിപ്പം വിശ്വാസത്തിലൊന്നുമില്ല പാസ്റ്ററെ. തൻ്റെ ശബ്ദം ഇടറുന്നുണ്ട് ഇത് പറഞ്ഞിട്ട്. അവരിപ്പോൾ പള്ളിയിലൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു, വീടിന് വേണ്ടി ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞവരെ, സ്തോത്രം പറഞ്ഞില്ല. വീടിന് വേണ്ടി നിത്യത വേണ്ടെന്ന് പറഞ്ഞവരെ,
സർട്ടിഫിക്കറ്റിന് വേണ്ടി, ഒരു അഡ്മിഷന് വേണ്ടി നിത്യത വേണ്ടെന്ന് പറഞ്ഞവരെ പറ്റി എനിക്കറിയില്ല മാഷേ. ഇന്ന് പകൽ താൽക്കാലിക സുഖത്തിൽ കൂട്ടുകാരും കുടുംബക്കാരും പറയുന്നതിനനുസരിച്ച് ഉപദേശത്തൊന്നു വീണുപോകാനല്ല. ഇന്ന് പകൽ നാബോത്ത് പറയുന്നു, എന്റെ മുന്തിരിത്തോട്ട ആഹാവേ ഞാൻ മരിച്ചാലും നിനക്ക് തരില്ല. ആത്മനിറവുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പറ, ഇന്ന് പകൽ ഞാൻ അറിഞ്ഞ സത്യം വിട്ട്. നിങ്ങൾക്കിത് ഗ്രഹിക്കില്ല, നിങ്ങൾക്കിത് ഗ്രഹിക്കില്ല. ഇന്ന് പകൽ താൽക്കാലിക സുഖത്തേക്കാൾ നിത്യതയാ വലുത്. നാബോത്തിന്റെ ഒറ്റ മറുപടി, എന്റെ മുന്തിരിത്തോട്ടം തരില്ല. ഹലോ, തന്റെ ഇടമുണ്ടോ പ്രാർത്ഥിക്കുന്നവർക്ക്? സാത്താനെ എന്റെ കുടുംബത്തെ തരില്ല, എന്റെ തലമുറയെ തരില്ല, എന്റെ ശുശ്രൂഷയെ തരില്ല, എന്റെ സഭയെ തരില്ല. ഇത് ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. എന്റെ തലമുറകളെ ഞാൻ നിനക്ക് തരില്ല. ആകവേ ഇന്ന് പകൽ ഞാൻ നിനക്ക് തരില്ല. ബാലിന്റെ പ്രവാചകന്മാർക്ക് മുട്ടുകുത്ത ഞാൻ എന്റെ കുടുംബത്തെ കൊടുക്കില്ലെന്ന് പറയോ തന്റെ ഇടമുള്ളവർ. ഓ ശബാരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു അനുഭവം കേട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ആശാരി ഉപദേശി എന്ന് പറയുന്ന ശക്തനായ ഏഷ്യയുടെ ഏലിയാവ് എന്നറിയപ്പെടുന്ന പ്രഭാഷകൻ കേരളം മൊറ്റും ക്രൂസൈഡുകളും കൺവെൻഷനുകളും നടത്തിക്കൊണ്ട് വന്നപ്പോൾ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിനകത്ത് കൺവെൻഷൻ നടത്തണം. കളക്ടർ വിളിച്ചു പറഞ്ഞു, അതിരാവിലെ ആയപ്പോൾ വിളിച്ചു പറഞ്ഞു, കൺവെൻഷന് സാങ്ഷൻ ഇല്ല. തിരുവല്ലയുടെ അന്നത്തെ പോലീസ് അധികാരി വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി നടക്കുന്ന നിങ്ങളുടെ കൺവെൻഷന് സാങ്ഷൻ ഇല്ല. ഇത് കണ്ടപ്പോ ആയിരക്കണക്കിന്, അന്നൊക്കെ അറിയാം ആശാരി ഉപദേശി കൂടി വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേരാണ് കൂടി വരുന്നത്. അവിടെ മുൻപിൽ കറണ്ട് ഇല്ലാതെ ഇങ്ങനെ പ്രസംഗിക്കും. ആ മനുഷ്യൻ തൻ്റെ അനുഭവത്തിനകത്ത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. താൻ പറഞ്ഞു, സാങ്ഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും തിരുവല്ലയുടെ മണ്ണിൽ ഞാൻ പ്രസംഗിച്ചിരിക്കും. ഹലോ, ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ മൂത്ത മോൻ പോയി പറഞ്ഞു, അപ്പാ റിസ്കാ നമുക്ക് ഈ കൺവെൻഷൻ നടത്തണ്ട. എടുത്ത വായിൽ ആശാരി ഉപദേശി പറഞ്ഞു, പൊന്നുമോനെ എന്നല്ല പറഞ്ഞ, എടാ സാത്താനെ എന്നാ. ഹലോ, ദൈവത്തിന്നും മാറ്റി നിർത്തുന്നത് നിന്റെ കുടുംബമായാലും. ഹലോ, നിങ്ങൾ പിണങ്ങി. ആമേൻ. മുന്തിരി തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ശത്രു എടുത്തത് ആരാണേലും മാറ്റി നിർത്തി അവന് വേണ്ടി പ്രാർത്ഥിച്ചു ജയമെടുത്തോണം. ഇല്ലെങ്കിൽ നീയും നിന്റെ പിതൃഭവനവും തകർന്നു പോകാൻ സാധ്യതയുള്ളതാണ്. തൻ്റെ മൂത്ത മകനെ ആശാരി ഉപദേശി വിളിച്ചു, എടാ സാത്താനെ നീ മാറി നിൽക്കടാന്ന്. ഹലോ, കുറെ കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് മോൻ പോയി ചോദിച്ചു, അപ്പാ എങ്കിലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ സാത്താൻ എന്ന് വിളിച്ചല്ലോ. അപ്പം പറഞ്ഞു, അത് പറഞ്ഞത് നീയല്ല, നിന്റെ അകത്തിരിക്കുന്ന സാത്താനാ. ഹലോ, ആ സാക്ഷ്യം ഇങ്ങനെ പറയുന്നു. തിരുവല്ല പട്ടണത്തിനകത്ത് 6 മണിയായപ്പോ പെട്രോമാക്സ് ലൈറ്റ് കത്തിച്ചു. ആശാരി ഉപദേശി പാടി തുടങ്ങി, ജനമേറ്റ് പാടി തുടങ്ങി. ചന്ദ്രൻ ഉദിച്ചു തുടങ്ങുമ്പോൾ, സൂര്യൻ അസ്തമിച്ചു തുടങ്ങുമ്പോൾ അടുത്തിരിക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത കാഴ്ചകൾ മങ്ങി തുടങ്ങിയപ്പോ തിരുവല്ലയുടെ പോലീസ് സൂപ്രണ്ട് കത്തിച്ചു വിടുകയാണ്. എന്തുമായിട്ട്? സാങ്ഷനുമായിട്ട്. അർദ്ധരാത്രി 6:30 ഗ്രൗണ്ടിനകത്ത്
അവൻ സാങ്ഷൻ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മുകളിലുള്ള അധികാരി പറഞ്ഞു അവിടെ കൺവെൻഷൻ അവൻ നടത്താ, അവൻ സാങ്ഷൻ കൊണ്ടു കൊടുക്ക. ഇന്നു പകൽക്കാലം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ അങ്ങനെ നിൽക്കണ. ലൈറ്റ് അല്ല വിഷയ, കറണ്ട് അല്ല വിഷയ, ഈ തലമുറയിൽ ഭൗതികതയല്ല വിഷയ. ഇന്ന് പകലൊന്നുമില്ലേലോ തെരുവിൽ പ്രസംഗിക്കേണ്ടി വന്നാല് ലജ്ജിക്കാതെ ദൈവത്തെ ഉയർത്തിയ ഇന്ന് പകൽ ദൈവം നിനക്ക് ചമ്മ മുന്തിരിത്തോട്ടത്തെ അവൻ സംരക്ഷിപ്പ. അവൻ ശക്തനാണ്. ആ ക്രൂസൈഡ് കഴിഞ്ഞപ്പോ, ആ തിരുവല്ല കൺവെൻഷൻ കഴിഞ്ഞപ്പോ 100 കണക്കിന് ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്നാനജലത്തിലിറങ്ങി ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത് ആ ദൈവത്തെയാണ്. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ പ്രത്യേകത, അവന്റെ അവകാശത്തെ അവനാർക്കും തകർക്കാൻ വിട്ടുകൊടുക്കുന്നവനല്ല. ധൈര്യമുണ്ടെങ്കിൽ പറ, ധൈര്യമുണ്ടെങ്കിൽ പറ. ഒരുപക്ഷെ UK-യിലായിരിക്കുക, ഒരുപക്ഷെ ഓസ്ട്രേലിയയിലായിരിക്കുക, ഒരുപക്ഷെ ന്യൂസിലൻഡിലായിരിക്കുക, ഒരുപക്ഷെ ആഫ്രിക്കയിലായിരിക്കുക, ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കുക, ഒരുപക്ഷെ നോർത്ത് അമേരിക്കയിലായിരിക്കുക, ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കയിലായിരിക്കുക. എവിടെയാണേലോ എൻ്റെ മുന്തിരി തോട്ടത്തെ, എൻ്റെ തലമുറകളെ ലക്ഷ്യമാക്കോ. സാത്താനെ നിനക്കു കഴിയില്ല. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ വിശ്വാസം നോക്കിയേ. ഞാൻ മരിക്കുന്നിടം വരെ എൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാകില്ല. ആരാ പോയി ചോദിച്ചത്? ആഹാബാ. പടയാളികളെ അല്ല വിട്ടത്, ഡയറക്റ്റാ പോയി ചോദിച്ച, ഡീലിംഗ് ഡയറക്റ്റാ. ആഹാബിനോട് പറഞ്ഞു, രാജാവേ വീട്ടിൽ പോയി പണി നോക്ക്, ഇതെന്റെ പിതാക്കന്മാരുടെ അവകാശമാ. ശത്രുവിനോട് പറയാൻ കഴിയുമോ? സാത്താനെ പോയി പണി നോക്കടാ, പോയി പണി നോക്കടാ, ഇതെന്റെ അപ്പന്റെ അവകാശമാ. സ്തോത്രം പറഞ്ഞില്ല. ഇത് ഞാൻ നട്ട മുന്തിരിത്തോട്ടമല്ല, ഇത് ഞാൻ നട്ട ഇടമല്ല, ഇത് കിളച്ചതും നനച്ചതും വെള്ളമടിച്ചതും ഞാനല്ല, എൻ്റെ പിതാക്കന്മാരുടെ അധ്വാനമാണ്. ഇവിടെ തൈ നട്ടു വളർത്തി ഇത്രത്തോളം വലുതാക്കിയ എൻ്റെ പിതാക്കന്മാരുടെ അധ്വാനമാണ്. ധൈര്യത്തോടെ പറ, ഈ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടിയത് ഞാനല്ല, യോബിന് ചുറ്റും വേലി കെട്ടിയ സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമുണ്ട്. അവനാ വേലി കെട്ടിയേ. ഈ വേലി പൊളിച്ച് നീ ഒരു ചീരയെ ആമൻ ഒരു മുന്തിരിയെ പോലും നീ തൊടില്ല. ഇത് കേട്ടപ്പോടെ വേഗത്തിൽ പോകട്ടെ. ഇത് കേട്ടപ്പോ ആഹാബിന് സങ്കടം. നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, പിള്ളേർ വാശി പിടിച്ച വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പട്ടിണി കിടക്കും. എനിക്കിത് സ്കൂള് തുറക്കാൻ പോകുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് സ്കൂബിയുടെ ആ ബാഗ്, ഈ ബാഗ് വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അവൻ ഇത്ര ഡ്രസ്സ് വാങ്ങിച്ചു, എനിക്ക് ഒന്നേ, അതുകൊണ്ട് ഇന്ന് ആഹാരം വേണ്ട. അതുപോലെ ആരാന്നറിയാമോ പട്ടിണി കിടന്നേ? ചിരിക്കാനല്ലാതെ വകയില്ല. രാജാവ് പട്ടിണി കിടക്കുക. രാജാവ് അരമനയ്ക്കകത്ത് കയറിയിട്ട് പട്ടിണി കിടക്കുക. പടയാളികളോടും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. ഞാൻ പിണക്കുവാന്ന്. എന്താ? നാബോതിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് കിട്ടിയില്ലെന്ന്. ആമൻ രാജാവ് ഫുഡ് കഴിച്ചില്ലെന്നറിഞ്ഞപ്പോ കൊച്ചമ്മ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. ഇസബേൽ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്റെ പ്രിയതമൻ, എന്റെ രാജാവ്, മൈ കിങ്, എന്റെ രാജാവ് കടിച്ചില്ലയോ? രാജാവിന്റെ അടുത്ത് രാജ്ഞി അകമ്പടിയോടെ വരികയാ. ആ സീനൊന്ന് കണ്ടേ, ആ കാഴ്ചയൊന്ന് കണ്ടേ. ആഹാബ് തലയിണയിൽ, നമ്മുടെ മക്കള് പിണയും കിടക്കുമ്പോൾ തലയിണയ്ക്കകത്ത് കരഞ്ഞുകൊണ്ട് കിടക്കുക. രാജ്ഞി പോയിട്ട് ചോദിച്ചു, എന്നാ പറ്റി രാജാവേ? അവളോട് പറഞ്ഞു, എനിക്ക് ആഹാരം വേണ്ട, എനിക്ക് നാബോതിൻ്റെ മുന്തിരിത്തോട്ടം വേണം.
നീ ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രഭുവല്ലേ? നീ ചോദിച്ചിട്ട് അവന്റെ അവകാശം നിനക്ക് തന്നില്ലേ? രാജാവ് എടുത്ത വായിൽ പറഞ്ഞു, അവന്റെ പിതാക്കന്മാരുടെ അവകാശം അവൻ മരിച്ചാലും തരില്ലെന്ന് പറഞ്ഞു. ഇസബേൽ പറഞ്ഞു, അവൻ മരിച്ചാൽ തരില്ലെന്നല്ലേ പറഞ്ഞത്? മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കുമല്ലോ. ആമേൻ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എഴുന്നേൽക്ക്, നീ ആഹാരം പിടിക്കുക. അവനെ കൊല്ലാനുള്ള പദ്ധതി ഞാൻ ഒരുക്കിക്കൊള്ളാം. ആരെ കൊല്ല? പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവർ, അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്നവർ, പിതാക്കന്മാരുടെ ഉപദേശത്തിന് വേണ്ടി വില കൊടുക്കുന്ന നാബോത്തിനെ കൊന്നുകളയാൻ ഇസബേല് പദ്ധതി ഒരുക്കി. ഇസബേല് ചെയ്തത് കേൾക്കണോ? നിന്ന് പ്രസംഗിക്കണം. എങ്കിൽ ഒരു വാക്കി പറയാം. രാജ്യത്തിലെ അവൻ പാർക്കുന്ന പട്ടണത്തിലെ പ്രഭുക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വേണം. രഹസ്യത്തിലൊരു രഹസ്യ അജണ്ടയുണ്ടാക്കി. എന്തെന്നറിയാമോ? അവനറിയരുത്, അവനറിയാതെ അവനെ തകർക്കണം. മക്കളെ, ശത്രുവിൻ്റെ പ്രത്യേകത, അവൻ മുന്നിൽ വന്നല്ല നമ്മെ തകർക്കുന്നേ, രഹസ്യത്തിൽ ഒളിച്ചിരുന്ന് നമ്മെ തകർക്കും. നമ്മൾ പോലും അറിയില്ല അവൻ്റെ പദ്ധതി ഇതാണെന്ന്. നാബോത്ത് അറിഞ്ഞില്ല, കൃപയുള്ളവൻ അറിഞ്ഞില്ല. ആമെ പെട്ടകത്തിനോട് ആമെ പ്രമാണത്തോടും ചേർന്ന് നിന്നവൻ അറിഞ്ഞില്ല. പിതാക്കന്മാരുടെ അവകാശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പറ്റൻ അറിഞ്ഞില്ല ഇസബേൽ ഒരുക്കിയ തന്ത്രം. അതുകൊണ്ടാ ഇന്നു പകൽ ഞാൻ ദൈവസഭയെ ചലഞ്ച് ചെയ്യുന്നത്, നിന്നെ തകർക്കാ ശത്രു പദ്ധതി ഒരുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ കയറ്. നാബോത്ത് അറിഞ്ഞില്ല. പ്രഭുക്കന്മാരെ വിളിച്ചു. എന്നിട്ട് പ്രഭുക്കന്മാരോട് ചോദിച്ചു, അവൻ എന്നാടാ ഏറ്റവും ഇഷ്ടം? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. നാബോത്തിന് എന്താടാ ഇഷ്ടം? പ്രഭുക്കന്മാര് പറഞ്ഞു, അവൻ്റെ വീടിനടുത്തുള്ള തോട്ടത്തിനടുത്തുള്ള ചിലര് പറയുന്നത് കേട്ടു, അവന് പ്രാർത്ഥനയാ ഇഷ്ടം. നാബോത്തിന് പ്രാർത്ഥനയെ ഇഷ്ടം. അവൻ പെന്തക്കോസുകാരനാ. അവന് കയ്യടിയും പാട്ടും ഉപവാസം ഒന്ന് കേട്ട ഇപ്പോഴത്തെ പെന്തക്കോസുകാരെ പോലെയല്ല. അവന് പള്ളിയല്ലാതെ വേറൊരു ജീവിതമില്ല. ഇസബേല് പറഞ്ഞത് കേൾക്കണോ? പ്രഭുക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രഭുക്കന്മാരെ, നിങ്ങൾ ഇസ്രായേലിന്റെ ആദേശത്തിലെ പ്രഭുക്കന്മാരല്ലേ? നിങ്ങൾ നാബോത്ത് അറിയാതെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം. എന്ത് ക്രമീകരിക്കണം? നമ്മൾ ഉപവാസ പ്രാർത്ഥന എന്ന് കേട്ടാൽ ഏത് വഴി മുങ്ങാമെന്ന് ചിന്തിക്കും. വല്ല ഗേപ്പും. സഭാരാധന എന്ന് കേട്ടപ്പോ മഴക്കാർ, ഇന്ന് പോണ്ട, ഇന്ന് ബസ് കിട്ടൂല, നമ്മൾ നേരത്തെ ചിന്തിച്ചു. നാബോത്ത് അങ്ങനെയല്ല. പ്രമാണമുള്ളവൻ അങ്ങനെയല്ല. പിതാക്കന്മാരുടെ അവകാശം തകർക്കരുതെന്ന് ആഗ്രഹമുള്ളവൻ അങ്ങനെയല്ല. പ്രഭുക്കന്മാരോട് പറയുന്നു, നാബോത്തിനെ തകർക്കണമെങ്കിൽ അവൻ വരുന്ന ഒരേ ഒരിടമുള്ളൂ, അവൻ പ്രാർത്ഥനയ്ക്കേ വരത്തുള്ളൂ. സ്തോത്രം പറഞ്ഞില്ല. ഇന്നത്തെ നാബോത്തുമാരെ കാണാൻ കഴിയാത്തൊരിടമുണ്ടെങ്കിൽ പ്രാർത്ഥനയാ. പഴയ നാബോത്തിന്റെ പ്രത്യേകത, രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ള നാബോത്തിന്റെ പ്രത്യേകത, ഉപവാസ പ്രാർത്ഥന ദേശം മുഴുവന് രാമൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാർ അനൗൺസ് ചെയ്തു, ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഉപവാസ പ്രാർത്ഥന തുടങ്ങിയപ്പോ പുരോഹിതൻ വന്നു പ്രാർത്ഥിച്ചു. എന്റെ ഭാഷയെ പറയാം, പ്രാർത്ഥന കഴിഞ്ഞത് നമ്മൾ പാടി തുടങ്ങി, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. നാബോത്ത് നമ്മളെക്കാളും മുഴങ്കാലിരുന്ന് തച്ചിന് കൈയടിയാ. കേട്ടോണം, ഇസബേലിന്റെ പദ്ധതി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നാബോത്ത് ഇരിക്കുമ്പോൾ അവനറിയാതെ രണ്ടുപേർ എങ്ങനെ ഡയറക്ട്ലി അല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നുഴഞ്ഞു കയറണം.
എങ്ങനെ കയറണം? ആമേൻ. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ആമേൻ നാബോത്ത് അറിയാതെ രണ്ട് ദുർചിന്തകർ, വചനം അങ്ങനെ പറയുന്നു, ആമേ ദുർബുദ്ധിയുള്ളവർ, ആമേൻ ഇസബേലിന്റെ ആൾക്കാർ സഭയ്ക്കകത്ത് ആരാധന നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നുടഞ്ഞു കയറിയിട്ട് ഉപവാസത്തിന് ആമേൻ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ അവർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദോവയില്ലേ കൈയടിക്കുന്നവൻ, ഹലോ, ദോവയില്ലേ കൈയടിക്കുന്നവൻ, അവൻ ശരിയല്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചത് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. ഹലോ, നാബോത്തിനെതിരെ അവന്റെ ചെയ്യാത്ത കുറ്റം സഭയ്ക്കകത്ത് നാബോത്തിനെതിരെ ഉപവാസ പ്രാർത്ഥനെതിരെ അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോ അവനെതിരെ ദുർവർത്തമാനം പറഞ്ഞു. ആർക്കെതിരെ? നാബോത്തിനെതിരെ. പുതുനിയമ സഭയ്ക്കകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, എത്ര വലിയ കൊലകൊമ്പന്മാരായാലും മാറാമവ സഭയ്ക്കകത്ത് വന്നിരുന്ന കൈയടിച്ച് പ്രാർത്ഥിച്ചു പൊയ്ക്കോണം. നിങ്ങൾ പിണങ്ങി പല സഭകളും തകർന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, പാസ്റ്റേ, ഞാൻ പേര് പറയുന്നത്, ഞാൻ പ്രസംഗിക്കാൻ പോയടാ, ലൈവിൽ ചിലപ്പം കേൾക്കും. ഹലോ പാസ്റ്റേ, എൻ്റെ സഭയിലുള്ള പാസ്റ്ററെ ഞങ്ങൾ തല്ലി അവൻ 6 വർഷമായിട്ട് കറങ്ങുക. ഹലോ, കഴിക്കാൻ എന്നെ വിസ്മയക്കകത്ത് പാസ്റ്റർ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആ പാസ്റ്റർ തല്ലി ഇറക്കിയ ഒരുവൻ അതോ ഇരിക്കുന്നതെന്ന്. അവൻ്റെ കോലം കണ്ടപ്പോഴേ മനസ്സിലായി. ഹലോ, അവൻ നല്ലതായിട്ട് അനുഗ്രഹം. ഹലോ, അവൻ ചില സഭകൾ കണ്ടിട്ടില്ലേ, പ്രസംഗം തുടങ്ങുമ്പോൾ എഴുന്നേക്കും. എന്തിനെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ആ പരിപാടിയേ നടക്കില്ല. നിങ്ങളെ സ്തോത്രമൊക്കെ അങ്ങ് നിന്നല്ലോ. ഹലോ, സ്തോത്രമൊക്കെ അങ്ങ് നിന്നല്ലോ. എടാ, സാത്താന്റെ പദ്ധതിയാ. ഉപവാസം ക്രമീകരിച്ചു, നാബോത്ത് ആരാധിക്കാനിരിക്കുന്നു. ദുർവർത്തമാനം പറയുന്ന 2 എണ്ണം എഴുന്നേറ്റു, നാബോത്തിനെതിരെ സാക്ഷ്യം പറഞ്ഞു. ഹലോ, പഴയ നിയമകൽപ്പനയുടെ പ്രത്യേകത, 2 സാക്ഷികൾ ഒരുവനെതിരെ സംസാരിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവകൃപയിലിരുന്ന പച്ചനെ, ഹലോ, 2 പേർ ഇല്ലാ കഥ പറഞ്ഞപ്പോൾ ആരുടെ ആൾക്കാർ? ഇസബേലിന്റെ കൂടെ ഇരുന്ന ആഹാരം കടിച്ച ചിലവ് വന്നിരുന്നു ആശാന പാടിയിട്ട് ആലയത്തിനകത്ത് വന്നിരുന്ന് നീതിമാനെതിരെ സംസാരിച്ച അവനെ തെറ്റുകാരനാക്കി കല്ലെറിഞ്ഞപ്പോ സഭ ഒരുമിച്ച് പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇന്ന് പകൽ സ്നേഹത്തോടെ പറയട്ടെ, ഈ യൂട്യൂബിൽ വരുന്നതെല്ലാം സത്യമല്ല. നിങ്ങൾ അഭിഷിക്തന്മാർക്കെതിരെ സംസാരിക്കരുത്. വരുന്നതെല്ലാം സത്യമല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാത്തതൊന്നും നീ വിശ്വസിക്കരുത്. അനേക ദുർവർത്തമാനികൾ യൂട്യൂബിലിരുന്ന് പൈസ ഉണ്ടാക്കുക. ഇന്ന് പകൽ ആരെയും വിശ്വസിക്കണ്ട. ശമൂവേൽ പാസ്റ്റർ വിശ്വസിക്കില്ല, സബിൻ പാസ്റ്റർ വിശ്വസിക്കണ്ട. ഇന്ന് പകൽ ഈ പുസ്തകത്തെ വിശ്വസിച്ചോണോ. ഇന്ന് പകൽ ഈ പുസ്തകത്തെ വിശ്വസിച്ചോണോ. പൂർത്തീകരിച്ചൊരു ദൈവമുണ്ട്. പൂർത്തീകരിച്ച നാഥനെ നോക്കി ഓടിക്കോണം. ആര് വീണതിന്റെ വിഷയമല്ല. സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ സഭയ്ക്കകത്ത് നടക്കില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം നടക്കില്ല. സ്നേഹത്തോടെ പറയാം, നീതിമാനെതിരെ സംസാരിക്കരുത്. നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നീ കഥ മെനയരുത്. കൂടെ ഇരുന്ന് ഒരപ്പത്തുനിന്നും ഒരു പാനപാത്രത്തുനിന്നും കുടിക്കുന്ന നീതിമാനെതിരെ നിന്റെ നാക്കുയർത്തരുത്. ഹലോ, നാബോത്ത് തകർന്നത് ഉപവാസത്തിനകത്ത്. ആരുടെ പ്ലാൻ? ഇസബേലിന്റെ പ്ലാൻ. ഹലോ, വന്നിരുന്നവനും അന്യഭാഷ പറയുന്നുണ്ട്, തമ്പേറടിക്കുന്നുണ്ട്.
കേൾക്കണോ? തെറ്റ് ചെയ്യാത്ത നീതിമാൻ അവന്റെ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശം ജാതീയ രാജാവിന് കൊടുക്കില്ലെന്ന് പറഞ്ഞവൻ ചെയ്യാത്ത കുറ്റത്തിന് ദേശക്കാരുടെ മുൻപിൽ അപമാനമായി ജനം മുഴുവനും ആര്? ദൈവസഭ കല്ലെറിഞ്ഞു കൊന്നു. ഇന്നു പകൽ നമ്മൾ ആരെ കല്ലെറിയാൻ പോണ്ട. വചനം പറയുന്നു, നീ വിധിക്കരുത്. വിധിക്കുന്ന വിധിയാ നിന്നെയും വിധിക്കും. നോ വിധിക്കരുത്, വിധിക്കരുത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, 7-8 കൊല്ലം മുമ്പ് വിധിക്കുന്ന ഒത്തിരി പാസ്റ്റർമാരുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെയുള്ളവരുമായി ചങ്ങാത്തം വയ്ക്കരുത്. കാണുന്ന പാസ്റ്റർമാരെ എല്ലാം വിധിച്ചു നടക്കുന്നവന്മാരുമായിട്ട് ചങ്ങാത്തം വയ്ക്കരുത്. അമ്മ നിർത്തിയതാ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, വിധിച്ചാൽ വിധിക്കപ്പെടും. വിധിച്ചവരൊന്നും നേരെ നിന്നിട്ടില്ല. ഇന്ന് പകൽ കേട്ടെ, പ്രമാണത്തിന് വേണ്ടി നിന്നവൻ കല്ലെറിഞ്ഞു മരിച്ചു. അവന്റെ രക്തം ആര് നക്കി? മായി നക്കി. നാബോത്ത് കൃപയിൽ നിന്നവന്റെ രക്തം നായി നക്കി. ഹലോ, രക്തം വീണെന്നറിഞ്ഞപ്പോ തലയുടെ കമത്തി വെച്ച് കിടന്ന് കരഞ്ഞവൻ ചാടി എഴുന്നേറ്റു. ആഹാബ് പറഞ്ഞു, ഇസബേലേ, ഞാൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അവകാശമാക്കിയിട്ട് വരാം. കേട്ടോ, പ്രാർത്ഥിക്കുന്നവന്റെ തോട്ടത്തെ അവകാശമാക്കിയിട്ട് വരാ. ഇസബേലേ, ആഹാബേ, ഒരുപക്ഷെ അവന്റെ ജീവനോട് തകർത്തുകളയോ നിനക്ക് കടിഞ്ഞേക്കാം. പക്ഷേ എന്റെ ദൈവത്തിന്റെ ശേഷിപ്പ് അവിടെയുണ്ട്. സ്തോത്രം പറഞ്ഞില്ല. സഭയെ മുടിക്കുന്നവരെ, സഭയെ തകർക്കുന്നവരെ നിനക്കൊരുപക്ഷെ ഇല്ല കഥ മിനയാൻ കടിഞ്ഞേക്കാം. ഇന്ന പാസ്റ്ററെ പറ്റി പറയാൻ കഴിഞ്ഞേക്കാം, ഇന്ന വിശ്വാസിയെ പറ്റി പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ കേട്ടോ, ദൈവദാസ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പേടി കൊല്ലുന്നവരെയല്ല, ജീവനെ തന്നവനെയാ. ഹലോ, ഇന്നു പകൽ നാബോദിനെ കൊല്ലാൻ ആഹാബിന് കഴിഞ്ഞേക്കാം. കേട്ടോ, രക്തം തറയിൽ വീണപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഹലോ, ആഹാബ് കൊട്ടാരത്തുനിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായതെന്തെന്നാ, നാബോദിനെ തകർക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നാബോദിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവ് നാബോദല്ല, അവന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ധൈര്യത്തോടെ പറ, നമ്മുടെ സഭയുടെ ഉടയവ്, നമ്മുടെ തലമുറയുടെ ഉടയവ് സൈന്യങ്ങളുടെ ദൈവമാണ്. എനിക്കറിയില്ല, അസാധാരണമായ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. നാബോത്ത് തകർന്നു. ആഹാബ് കരുതി മുന്തിരിത്തോട്ടം അവകാശമാക്കാന്ന്. രാജകീയ രഥത്തിൽ ചലിച്ചു തുടങ്ങിയപ്പോ ആകാശത്തെ അടച്ച അഭിഷിക്തനോട് പറയുക, യഹോവ അരുളി ചെയ്യുന്നു, ഏലിയാവേ, നീ എഴുന്നേൽക്ക, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അവകാശമാക്ക. ഒരുവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആഹാബിനോട് പോയി പറ, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം വീണ് മായി നക്കി അടുത്തു തന്നെ നിന്റെ രക്തം വീഴിച്ച അപേമായികൾ, ആമേൻ, രാജകീയ ദാതീയ രാജാവായ ആഹാബിന്റെ രക്തത്തെ മക്കി കളയുമെന്ന് അരുളി ചെയ്തൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, നീ പ്രാർത്ഥിക്കുന്ന ദൈവം സർവശക്തനാണ്. ഹലോ, ഇസബേലിന്റെ ആഗ്രഹം, ഉപവാസപ്രാർത്ഥന വച്ചു, 2 ആൾക്കാരെ തിരികെ കയറ്റി,
സഭയ്ക്കകത്ത് അടിയുണ്ടാക്കി. ഹലോ, നാബോദിനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത് കണ്ടപ്പോ സ്വർഗം പറഞ്ഞു, ഇസബേലിനോട് പോയി പറ, ഏലിയാവേ, അവൾ ചെയ്തതിന് തത്തുല്യമായി ജാതീയ രാജാവിൻ്റെ തലയിൽ നിന്ന് രക്തമൊഴുകിച്ച നാബോത്ത് വീണ മണ്ണിൽ ഞാൻ അവളുടെ തലയും അറുത്തിടും. ഇന്നു പകൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങാതിരിക്കില്ല. ധൈര്യത്തോടെ പറ, നീ അറിഞ്ഞ സത്യം അത് സത്യമായതുകൊണ്ട് നീ എടുത്ത പുസ്തകം എടുക്ക, നിന്റെ തലമുറകളെ തച്ചുടയ്ക്ക. ഒരു ഇസബേലിനോ ഒരു ആഹാബിനോ കടിയില്ല. തൻ്റെ ഇടമുണ്ടെങ്കിൽ പറ, ഈ അഭിഷേകം ദൈവത്തിൻ്റെതായതുകൊണ്ട്, ഈ മാറാമാത മിനിസ്ട്രി ദൈവത്തിൻ്റെതായതുകൊണ്ട്, ഈ സഭ ദൈവത്തിൻ്റെതായതുകൊണ്ട്, ഇസബേലേ, നീ പദ്ധതി ഒരുക്കിയ മടക്കില്ല. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു ദൈവമത്രേ. ഒരു നിമിഷം കൺകള മൂടാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നിന്ന് പ്രസംഗിച്ചാൽ ഇനിയുണ്ട് 1-2 ആശയങ്ങൾ, തീരില്ല. തിരുവനന്തപുരം പട്ടണത്തിൽ പോകണമല്ലോ ആരാധന. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ, എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു സിമ്പിൾ മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ തന്നതാ ഞാൻ നിങ്ങൾക്കോട് കൈമാറിയ. എൻ്റെ കർത്താവ് കാണിച്ചു തന്നു മാതൃക. പ്രതിസന്ധി വരുന്നതിന് മുമ്പേ കരയ. പക്ഷേ എന്തിനാ പ്രതിസന്ധി? ചില മുന്തിരിത്തോട്ടങ്ങളെ ചീരത്തോട്ടമാക്കാൻ സാത്താൻ പതിയിരിക്കുന്നുണ്ട്. നീ കെട്ടിപ്പണിത നിന്റെ തലമുറകൾ, നിന്റെ കുടുംബം, നമ്മുടെ സഭ, നമ്മുടെ മക്കൾ, നമ്മളെല്ലാം ഒന്നാ, ഒരപ്പത്തിൻ്റെ അംശികളാ. ഇന്നു പകൽ പ്രാർത്ഥനയ്ക്കകത്ത് പഴയ നിയമത്തിൽ സഭയിലാണെങ്കിൽ പുതു നിയമത്തിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്ന ഒരു സംഹാരകനുണ്ട്. പലപ്പോഴും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പലപ്പോഴും അവൻ്റെ ഇരകളായി മാറാറുണ്ട്, അവൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറാറുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസന്നടയാറ്. ആരും ചിന്തിക്കരുത് ഞാൻ നീതിമാനായതുകൊണ്ടാണ് ഈ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കുന്നത്. നോ നോ നോ. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മളറിയാതെ നമ്മളെ ശത്രു പലപ്പോഴും ആയുധങ്ങളാക്കാറുണ്ട്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. കർത്താവിനോട് പറ, കർത്താവേ, ഈ കൈ കൊണ്ട് ആരെങ്കിലും ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പറ്റിപ്പോയപ്പ എന്നോടൊന്ന് ക്ഷമിക്കണേ. പീലാത്തോസ് തന്റെ മട്ടുപ്പാവിൽ നിന്ന് വെള്ളത്തിൽ മുക്കി കൈ കഴുകി പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇന്ന് പകൽ നമ്മുടെ നാവ്, നമ്മുടെ കരങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഒരുപക്ഷെ നിങ്ങൾ പ്രവചിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ പ്രസംഗിക്കുന്നവരായിരിക്കാം. ഏതെങ്കിലും നീതിമാനെതിരെ നമ്മൾ കാണാത്ത കാര്യം, ചിന്തിക്കാത്ത കാര്യം അവരെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുക, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. പറ, കർത്താവേ, ഞാൻ കാരണം ഒരു നാബോത്ത് പോലും തകർന്നു പോകരുത്. ഞാൻ കാരണം ഒരു കുഞ്ഞു പിന്മാറിപ്പോകരുത്.
കാരണം ഒരു വ്യക്തി പോലും കൃപയിൽ നിന്ന് വീണു പോകരുത്. കർത്താവിനോട് ഓൺലൈനിലൂടെ കാണുന്നവർ പ്രിയരെ, നമ്മൾ കാരണം ഒരു വ്യക്തി പോലും തകർന്നു പോകരുത്. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗമേ, വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ കണ്ണുനീരോടെ കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്, കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അവിടെ കണ്ണുനീർ ജനുവിനാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നു പോയ പാപത്തിന്റെ കറകൾ ഇന്ന് പകൽ ഞങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ ഞങ്ങളുടെ മേൽ പുതുക്കണമേ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. സമർപ്പണത്തോടെ ഒരു പാട്ടിന്റെ ഇരുവകളെ പാടി ദൈവത്തെ സ്തുതിക്കാമോ? തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിലെയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിലെയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്തം ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ, സ്വന്തം ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികള അവർ കല്ലെടുത്തിടുവാൻ. വന്നു ബന്ധിതരാക്കിയ ധർമ്മികള അവർ കന്തം വരുത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ, അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതോ, വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഗീതം. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാനും സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാനും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. ഓ, അധികമില്ലിലെയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അവൻ അധികമില്ലിലെയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയോ. ഓ, കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയോ. 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 പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ
ശക്തിയോടെ കരമടിച്ച് ഒരു പ്രാർത്ഥനയുടെ നിയോഗം ഇതിനകത്ത് കൈമാറപ്പെടണം. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവിടമേ, കുടുംബങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ഒരു നിയോഗം കൈമാറപ്പെടട്ടെ. ഇന്ന് പകൽ പട്ടണങ്ങളെ പിടിക്കാൻ അഭിഷേകമുള്ള തലമുറകളെ എഴുന്നേൽപ്പിക്കാനുള്ള പ്രാർത്ഥനയുടെ നിയോഗം. അവൻ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ടിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്ന പ്രാർത്ഥന യോദ്ധാക്കൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ട്. ഓരോ മാതാപിതാക്കളുടെ മേൽ, ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ, ഓരോ കുടുംബപ്പിറപ്പിന്റെ മേൽ ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ട്. അവിടെ വാകുകൾ അഭിഷേകത്താൽ നിറയപ്പെടട്ട്. ആത്മാവിന്റെ തീ അവരെ തൊടട്ട്. അവർ അഭിഷേകത്താൽ മൂടപ്പെടട്ട്. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തണമെന്ന്, പട്ടണങ്ങളെ കൈകാര്യം ചെയ്യുക, പട്ടണങ്ങളെ ചലിപ്പിക്കാനുള്ള ആത്മനിയോഗത്തിന്റെ പ്രാർത്ഥനാ യോദ്ധാക്കൾ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റു വരട്ടെ. ഓ Shaukora mancherete Rima mama na thala dala dala Sharore vinethi Rima nate Yalkamana Ritudi kame Rima na thala dala നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ടുവന്ന നന്മകൾ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി നേർച്ചയായി വഴിപാടായി കൊണ്ടുവന്നവർ ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ ഓഫറിങ്ങുകൾ നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ ജനത്തെ ഞാൻ അങ്ങ് ബ്ലസ് ചെയ്യുകയാണ്. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ഞങ്ങൾ വിതയ്ക്കുകയാണ്. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വമെല്ലാം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയമല്ല കർത്താവേ, ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവരുണ്ട്. ആ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ മേലൊരു ദൈവശക്തി വെളിപ്പെടും. ഞങ്ങൾ കേട്ടതുപോലെ അവിടെ ജീവിതത്തിനകത്ത് ആഴമേറിയ ഒരു ദൈവിക സമർപ്പണമുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ആഴമേറിയ തലങ്ങൾ വെളിപ്പെടും. മഹത്വമെല്ലാം അങ്ങയ്ക്ക് ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.